പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലെ കയ്യാങ്കളിയിൽ 2 മുതിർന്ന നേതാക്കൾക്കെതിരെ പാർട്ടി ഇപ്പോൾ നടപടിയെടുത്തിരിക്കുകയാണ്. മുൻ എംഎൽഎ എ പത്മകുമാർ, PB ഹർഷകുമാർ എന്നിവരെ താക്കീത് ചെയ്യും. സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോമസ് ഐസക്കിന്റെ പ്രചാരണത്തിലെ വീഴ്ചയെ ചൊല്ലിയായിരുന്നു കയ്യാങ്കളി. പ്രവീൺ പുരുഷോത്തമൻ നൽകും വിവരങ്ങൾ. പ്രവീൺ, അന്ന് വാർത്താ സമ്മേളനം നടത്തി തന്നെ ഇത്തരത്തിൽ കയ്യാങ്കളി ഉണ്ടായിട്ടില്ല എന്നായിരുന്നു പാർട്ടി നേതാക്കൾ നിലപാടെടുത്തത്. ഇപ്പോഴിതാ പക്ഷേ 2 മുതിർന്ന നേതാക്കൾക്കെതിരെ നടപടി വരുന്നു, താക്കീത് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. പത്തനംതിട്ടയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെയാണ് ഇങ്ങനെ വിവാദമായിട്ടുള്ള ഒരു സംഭവം പത്തനംതിട്ട CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനകത്ത് സംഭവിച്ചത്. അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലായിരുന്നു മുതിർന്ന 2 നേതാക്കൾ തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയും ഒടുവിൽ കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തത്. നമ്മൾ അന്ന് രാത്രി തന്നെ ഈ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ CPIM ജില്ലാ നേതൃത്വം ഈ ഒരു വാർത്ത അത് അടിസ്ഥാനരഹിതമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിറ്റേ ദിവസം തന്നെ രംഗത്ത് വന്നിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഈ കയ്യാങ്കളി നടത്തിയ 2 നേതാക്കൾ, അതായത് മുതിർന്ന നേതാക്കളായിട്ടുള്ള എ പത്മകുമാർ, ഒപ്പം തന്നെ PB ഹർഷകുമാർ, ഇവരെ തൻ്റെ ഇരുവശത്തും ഇരുത്തി, ഒപ്പം തന്നെ മന്ത്രി വീണ ജോർജും വാർത്താ സമ്മേളനത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു കയ്യാങ്കളി നടന്നിട്ടില്ല എന്നായിരുന്നു CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു അന്ന് വ്യക്തമാക്കിയിരുന്നത്. ആ ഒരു ഘട്ടത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണം ഊർജിതമായി മുന്നോട്ട് പോകുന്ന സമയത്ത് പാർട്ടിയിലെ മുതിർന്ന 2 നേതാക്കൾ തന്നെ ഇങ്ങനെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരസ്പരം ഏറ്റുമുട്ടിയത് LDF സ്ഥാനാർത്ഥിയായിരുന്ന തോമസ് ഐസക്കിന്റെ പ്രചാരണത്തെ ദോഷകരമായി തന്നെ ബാധിച്ചിരുന്നു. പാർട്ടി അണികൾക്കിടയിലും വലിയ ആശങ്ക ആ സംഭവം ഉണ്ടാക്കിയിരുന്നു. എന്നാൽ ആദ്യഘട്ടം മുതൽ തന്നെ CPIM ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഇങ്ങനെ ഇത് അടിസ്ഥാനരഹിതമായിട്ടുള്ള വാർത്ത എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഇതാ സംസ്ഥാന നേതൃത്വത്തിൻ്റെ നടപടി വന്നിരിക്കുന്നു. ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരസ്പരം കയ്യാങ്കളി നടത്തിയ എ പത്മകുമാർ, ഒപ്പം തന്നെ PB ഹർഷകുമാർ എന്നിവരെ താക്കീത് ചെയ്യണമെന്നാണ് CPM സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം. അതിൻ്റെ അടിസ്ഥാനത്തിൽ പാർട്ടി 2 നേതാക്കളെയും താക്കീത് ചെയ്തിട്ടുണ്ട്. പത്തനംതിട്ടയിൽ CPMൻ്റെ നേതാക്കൾക്കിടയിൽ ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ തുടരുകയാണ്. നേരത്തെ തന്നെ വിഭാഗീയത ശക്തമാണ് എന്നൊരു പരാതി ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ഒരു നടപടിയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ശരി, പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും 2 നേതാക്കളെ താക്കീത് ചെയ്തിരിക്കുന്നു CPIM എന്നതാണ് പ്രവീൺ റിപ്പോർട്ട് ചെയ്യുന്നത്.